നമസ്കാരം. ആഗോളതാപനത്തിന്റെ ഭാഗമായി സമുദ്രനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ അടുത്ത 75 വർഷത്തിനുള്ളിൽ ലോകത്തെ പല പ്രമുഖ നഗരങ്ങളും വെള്ളത്തിനടിയിലാകുമെന്ന വീണ്ടും മുന്നറിയിപ്പ്. സിംഗപ്പൂരിലെ നാൻയാങ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് ഇക്കാര്യത്തിൽ ഗുരുതരമായ ഒരു അറിയിപ്പ് നൽകിയിരിക്കുന്നത്. 2100ഓടെ ആഗോളതലത്തിൽ തന്നെ സമുദ്രനിരപ്പ് 6.2 അടി വരെ ഉയരും എന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി മുതൽ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുന്നത് ഇക്കാര്യം കണക്കിലെടുത്ത് വേണം എന്നാണ് ഗവേഷണ നേതൃത്വം നൽകുന്ന ബെഞ്ചമിൻ ഗ്രാൻഡെ നൽകുന്ന മുന്നറിയിപ്പ്. സമുദ്രനിരപ്പ് വൻതോതിൽ ഉയരുകയാണെങ്കിൽ അത് ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ലണ്ടൻ, കാർഡിഫ് എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. അന്റാർട്ടിക്ക പോലെയുള്ള മേഖലകളിൽ മഞ്ഞുരുകുന്നതും വലിയ മഞ്ഞുമലകൾ തന്നെ ഒഴുകി നടക്കുന്നതും എല്ലാം തന്നെ സമുദ്രനിരപ്പ് ഉയരാൻ കാരണമാകുമെന്നാണ് ഗവേഷകർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. 2023 തന്നെ ഐക്യരാഷ്ട്രസഭ സമുദ്രനിരപ്പ് 1.9 അടി മുതൽ 3.2 അടി വരെ ഉയരാൻ സാധ്യതയുള്ളതായി റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ നാൻയാങ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ പറയുന്നത് ഇതിലും എത്രയോ വലിയ ശതമാനം വർധനയാണ് സമുദ്രനിരപ്പിന്റെ കാര്യത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ്. വിദഗ്ധരുടെ അഭിപ്രായങ്ങളും സ്റ്റാറ്റിസ്റ്റിക്സും എല്ലാം കൂട്ടിച്ചേർത്താണ് അവർ പുതിയൊരു വിവരം നൽകുന്നത്. സമുദ്രനിരപ്പ് ഉയരുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആധികാരികമായ വിവരങ്ങളാണ് നൽകുന്നത് എന്നാണ് യൂണിവേഴ്സിറ്റി അവകാശപ്പെടുന്നത്. സമുദ്രനിരപ്പ് 6.2 അടി വരെ ഉയരുകയാണെങ്കിൽ ലോകത്തെ വൻ നഗരങ്ങൾ മാത്രമല്ല പല ചെറു പട്ടണങ്ങൾ പോലും മുങ്ങിപ്പോകും, വെള്ളത്തിനടിയിൽ ഭാഗിപ്പോകുമെന്നാണ് ഗവേഷകർ മുന്നറിയിപ്പായി പറയുന്നത്. തീരദേശവുമായി ഏറ്റവും ചേർന്ന് കിടക്കുന്ന മേഖലകളെ ആയിരിക്കും ഈ പ്രതിഭാസം ദോഷകരമായി പ്രധാനമായും ബാധിക്കുന്നത്. ഇംഗ്ലണ്ടിലെ കിഴക്കൻ തീരങ്ങളിലെ നഗരങ്ങളെയാണ് ഇത് ഏറ്റവും രൂക്ഷമായി ബാധിക്കുന്നതെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹൽ പോലെയുള്ള നഗരങ്ങൾ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിപ്പോകാൻ സാധ്യതയുള്ളതായാണ് പഠനം പറയുന്നത്. വടക്കൻ അയർലാൻഡിലെയും സ്കോട്ട്ലാൻഡിലെയും ഏതാനും മേഖലകളെ മാത്രമാണ് വെള്ളപ്പൊക്കം ബാധിക്കുക എന്നത് അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യമാണ്. തെക്കൻ ഡെൻമാർക്ക് മുതൽ വെനീസ് വരെ പൂർണ്ണമായും മുങ്ങിപ്പോകും. അമേരിക്കയിലെ ലൂസിയാനയിലെ ന്യൂ ഓർലിയൻസ്, ടെക്സസിലെ ഗാൽവെസ്റ്റൺ, ഫ്ലോറിഡയിലെ എവർഗ്ലാസ് എന്നീ പ്രദേശങ്ങളെയും സമുദ്രജലം വിഴുങ്ങുമെന്നാണ് അറിയിക്കുന്നത്. സമുദ്രത്തിലെ ജലനിരപ്പ് ഉയരുന്നതിനും കാലാവസ്ഥ വ്യതിയാനത്തിനും മൊത്തത്തിലുള്ള പരിഹാരം ഹരിതഗൃഹ വാതകങ്ങളുടെ ഉദ്ഗമനം ഗണ്യമായി കുറയ്ക്കുക എന്നത് മാത്രമാണെന്നാണ് ശാസ്ത്രജ്ഞർ, ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്.